രണ്ട് വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഇലക്ട്രൽ ബോണ്ട്, രണ്ട് ഈ പൗരത്വ പ്രശ്നത്തിൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ആർക്കൊപ്പം നിൽക്കണം, ആരെ വിശ്വസിക്കണം, ഇടതുപക്ഷത്തെയോ അതോ ഐക്യജനാധിപത്യ മുന്നണിയെയോ? ബോണ്ട് മേടിക്കാതെ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു കോർപ്പറേറ്റുകളിൽ നിന്ന് കാശ് വേണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി ചോദ്യം ചെയ്ത സുപ്രീം കോടതിയുടെ കയ്യിലേക്ക് എത്തിച്ച ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി CPM ആണ്. ഒന്ന്, അതിന് ഉത്തരം. രണ്ട്, കോൺഗ്രസ് 630 കോടി മേടിച്ചു, ഇവർ 1300 കോടി മേടിച്ചു. ഞങ്ങൾ നയാ പൈസ മേടിച്ചിട്ടില്ല. മേടിച്ചിട്ടില്ല. അടുത്തത് പൗരത്വ ഭേദഗതി ബില്ല്. BJP 6000 കോടി, കോൺഗ്രസ് 1400 അടുത്ത് കോടി, പിന്നെ തൃണമൂൽ കോൺഗ്രസ്, അങ്ങനെ ചില പാർട്ടികൾ എല്ലാവരും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പൗരത്വ ഭേദഗതി ബില്ല്. ആ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കിയാല എന്നും BJP അധികാരത്തിൽ വന്നാലും നരേന്ദ്രമോദി വന്നാലും അത് നടപ്പാക്കില്ല എന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞ കരുത്തനായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിലുള്ളൂ. അത് പിണറായിയാണ്. കോൺഗ്രസ് അതൊക്കെ നടപ്പാക്കും. അത് മാത്രമല്ല, ആ ബില്ല് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ചോദ്യം ചെയ്യണമെങ്കിൽ ജോയ്സ് ജോർജ് തന്നെ MP ആയി പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി ഒറ്റക്കാരുടെ ശരത്ത് പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാകില്ല എന്ന് ഇവിടെ കോൺഗ്രസ് പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസിന് അഖിലേന്ത്യാ പ്രസിഡന്റിന്റെയോ വാക്കിൽ നിന്ന് ഒരു അക്ഷരം വന്നിട്ടില്ല. അതുകൊണ്ട് ഇവരത് നടപ്പാക്കുമെന്ന കാര്യത്തിൽ യാതൊരു